ആന്റി, നമ്മളിന്ന് കൊഞ്ച് കൊണ്ട് എന്താ ഐറ്റം ഉണ്ടാക്കുന്നത്? പ്രോൺസ് മസാല. ഇതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യും? ഇപ്പം നമ്മളുടെ കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഇച്ചിരി കൂടുതൽ ഇച്ചിരി മുളക് പൊടി. കാശ്മീരി ആണോ? ഉപ്പ് ആവശ്യത്തിന് അല്ലേ? ഇതെന്തിനാ ഫ്രൈ ചെയ്യാനാണോ? മസാല തേച്ച് വെക്കുന്നു. എത്ര മണിക്കൂർ വെക്കണം? നമ്മുടെ ജീവനുള്ള കാലത്തോളം. നമുക്ക് എത്ര നാൾ ജീവനുണ്ട് അത്രയും നാൾ വെച്ചാൽ അത്രയും നല്ലത്. അത് അരമണിക്കൂർ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി. ഓക്കെ, മസാല പെരട്ടിയപ്പോ തന്നെ നല്ല മണം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ലേ? മൊത്തം വെളിച്ചെണ്ണയുടെ പരിപാടിയാണ്. ഗെയ്സ്, ഞങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ്. ലിങ്ക് താഴെ കൊടുക്കുന്നില്ല, ലിങ്ക് ഇല്ലാത്തതുകൊണ്ട്. അതിന് കുറച്ച് ഫ്രൈ ചെയ്യണോ? അധികം ഫ്രൈ ചെയ്യണ്ട, ഒരു മീഡിയം. നല്ല മണമുണ്ട് കേട്ടോ. ഗെയ്സ്, നമുക്ക് കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. ഈ അരപ്പല്ലേ ഇളക്കണോ ചെയ്ത്? വലുതായിട്ട് മൊരിയുണ്ടല്ലോ. വേണ്ട, ഇത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, ചെറിയ ഉള്ളി കടച്ചത് എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് കട്ട് ചെയ്തതിന് തക്കാളി. എന്നിട്ട് നമ്മൾ നേരത്തെ കൊഞ്ചിൻ്റെ ബാലൻസ് വെള്ളം ഉണ്ട്, ആ തിരിച്ച് വെള്ളം വെച്ചിട്ട് അതില്ല. ഇത് നമ്മുടെ വീട്ടിൽ കുറച്ച് കരിയേപ്പിലയാണ്. കരിയേപ്പിലയും കുറച്ച് പേര് ഇടുക. നല്ല മണം. ലോ ഫ്ലെയിം ആണോ? ലോ ഫ്ലെയിമിൽ. എത്ര മിനിറ്റ്? അത് നമുക്ക് തുറന്ന് നോക്കുന്നതനുസരിച്ച് അത് നമുക്ക് അറിയാൻ വെക്കും. അതിൻ്റെ വെള്ളമൊക്കെ പറ്റി വന്നിട്ട് ഒന്നും കൂടെ ഒക്കെ ഇളക്കി. നല്ല മണം കേട്ടോ. ഇനി മൂടി വെക്കാം അല്ലേ? റെഡിയായോ? ഇല്ല, എപ്പോഴാണ് റെഡി? നമുക്ക് ഇത്രയും ഗ്രേവി വേണ്ട, അതുകൊണ്ട് നമ്മൾ നല്ല രീതി ഇപ്പോൾ ഗ്രേവിയോട് എടുക്കേണ്ടവർക്കാണെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്ത് എടുക്കാം. പക്ഷെ നമ്മളിത് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കുക. അഥവാ എരി വെച്ച് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ കാശ്മീരി ചില്ലി പച്ചമുളക് ചേർത്തത് ഒരു ഇത്തിരി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് കേസ്. അല്ലെങ്കിൽ ഒരു കൊഞ്ച് കഴിഞ്ഞ് കുരുമുളക് ഇടുന്ന തിരിഞ്ഞ്. ഇതാണ് നമ്മുടെ ഫൈനൽ. നമ്മളിതിങ്ങനെ സൈഡിലോട്ട് വെക്കുന്ന വെച്ചാൽ എന്തെങ്കിലും ഇച്ചിരി എണ്ണ ഉണ്ടെങ്കിൽ ഇത് സെൻറ്ററിലോട്ട് വരും. നമുക്കപ്പം ആ മസാലയിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. കഴിഞ്ഞു ഗൈസ്.